നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉൾപ്പെടെ 5 ജില്ലകളിൽ ആശങ്കയായി ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം. എടയ്ക്കൽ മേഖലയിൽ ഇടിമുഴക്കത്തിന് സമാനമായ ശബ്ദം കേട്ടെന്ന് നാട്ടുകാർ. കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലും അസാധാരണ പ്രതിഭാസം. ഭൂചലനമല്ലെന്നും ആശങ്ക വേണ്ടെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ OP മിശ്ര. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ജനകീയ തിരച്ചിൽ നടത്തി. ക്യാമ്പിൽ കഴിയുന്ന നാട്ടുകാരെ ഉൾപ്പെടുത്തിയായിരുന്നു തിരച്ചിൽ. ഞായറാഴ്ച കൂടുതൽ പേരെ പങ്കെടുപ്പിച്ച് തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വയനാട്ടിലെ ദുരന്തബാധിതർ താമസിക്കുന്ന വാടക വീടുകളിലും വൈദ്യുതി ഇളവ് നൽകാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24നോട്. KCBക്ക് കീഴിലുള്ള ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും ദുരന്തബാധിതർക്കായി നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിലാണ് കോടതിയുടെ നടപടി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നും ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ധനസഹായം. ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും 10,000 രൂപ വീതം നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് പ്രതിദിനം 300 രൂപ. ദുരന്ത മേഖലയിൽ പരിശോധന നടത്തി കേന്ദ്ര സംഘം. പ്രധാനമന്ത്രി നാളെ വയനാട്ടിൽ ദുരന്തബാധിത പ്രദേശങ്ങളും ക്യാമ്പും സന്ദർശിക്കും. എറണാകുളം MSM കോളേജ് വനിതാ ഹോസ്റ്റലിൽ കയറിയ 17-കാരൻ പിടിയിൽ. പിടിയിലായ ആളെ വിദ്യാർത്ഥിനികൾ തിരിച്ചറിഞ്ഞു. സംഘത്തിൽ 3 പേർ ഉള്ളതായി സൂചന. മെഡിസെപ് പദ്ധതിയിൽ സുപ്രധാന തീരുമാനവുമായി സർക്കാർ. പുതുതായി സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് മുൻവർഷത്തെ പ്രീമിയം നിർബന്ധമല്ല. തീരുമാനം സർവീസ് സംഘടനകളുടെയും വകുപ്പുകളുടെയും എതിർപ്പിനെ തുടർന്ന്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ചെലവഴിക്കുന്നതിൽ സുതാര്യത ഉണ്ടാവണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വയനാടിന് വേണ്ടി നൽകുന്ന തുക വയനാടിന് തന്നെ ചെലവഴിക്കണം. സമാന്തരമായ വീട് വെച്ച് നടക്കുന്നതുപോലെ പ്രവർത്തികൾ തുടരുമെന്നും കൊടിക്കുന്നിൽ സുരേഷ്. സംസ്ഥാനത്ത് ഈ മാസം 15 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ കുറഞ്ഞ അളവിലായിരിക്കും മഴ ലഭിക്കുക. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. ഉത്തരാഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഓറഞ്ച് അലർട്ട്. ഹിമാചലിലെ ദുരന്തബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അസമിലും ഉത്തർപ്രദേശിലും മഴ കനത്തതോടെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കൊല്ലത്ത് വയോധികനെ കാറിടിപ്പിച്ചു കൊലപ്പെടുത്തിയത് ആഴ്ചകൾ നീണ്ട ഗൂഢാലോചനയ്ക്ക് ശേഷമെന്ന് പോലീസ് കണ്ടെത്തൽ. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ്. ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വ്യക്തത വരുത്താൻ നീക്കം. അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും നടത്തുന്ന മെഗാ ഷോയിൽ നിന്നുള്ള വിഹിതം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകുമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ഈ മാസം 20-ന് അങ്കമാലിയിലാണ് മെഗാ ഷോ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ മോഹൻലാൽ സന്ദർശനം നടത്തിയത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലെന്നും സിദ്ദിഖ്. വടകര തൊട്ടിൽപ്പാലം തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം നടത്തി. വിദ്യാർത്ഥികളുടെ യാത്രാ പാസിനെ ചൊല്ലി രക്ഷിതാക്കൾ ബസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരത്തിന് ബസ് ഉടമകളുടെ പിന്തുണയില്ലെന്ന് അസോസിയേഷൻ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. ചെണ്ടുവാര എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ 2 ആഴ്ചയായി കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചുവെന്ന് നാട്ടുകാർ. ഉരുൾപൊട്ടൽ നാശം വിതച്ച കോഴിക്കോട് വിലങ്ങാടിന് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ്. ജനങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിച്ച നഷ്ടം വിലയിരുത്തിയ ശേഷം പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും മന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശനും മേഖലയിൽ സന്ദർശനം നടത്തി. ന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ അധ്യാപകരെ അധ്യാപക യോഗ്യതാ പരീക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. ന്യൂനപക്ഷ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ന്യൂനപക്ഷ സ്കൂളിലെ കേട്ടിട്ട് യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ കണക്കെടുത്തു. കേട്ടിട്ട് യോഗ്യതയില്ലാത്തതിനാൽ പ്രൊബേഷനും നിയമനാംഗീകാരവും തടസ്സപ്പെട്ടവരുടെ എണ്ണമാണ് ശേഖരിച്ചത്. എന്നാൽ കണക്കെടുപ്പ് വിവാദമായതോടെ സർക്കുലർ പിൻവലിച്ചു. സിക്കിമിൽ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടില്ല. റബ്ബർ വിലയിൽ വൻ കുതിപ്പ്. റബ്ബറിന്റെ ആഭ്യന്തര വില അന്താരാഷ്ട്ര വിലയേക്കാൾ മുകളിലെത്തി. RSS 4-ന് 244 രൂപയാണ് വില. 10 വർഷങ്ങൾക്ക് ശേഷമാണ് റബ്ബർ വില 240 രൂപയ്ക്ക് മുകളിലെത്തുന്നത്. വയനാട് സൂചിപ്പാറ കാന്തൻപാറ വനമേഖലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മാറ്റാനായില്ല. അഴുകിയ നിലയിലായതിനാൽ PPE കിറ്റില്ലാതെ മൃതദേഹം മാറ്റാനാകില്ലെന്ന് തിരച്ചിൽ സംഘം അറിയിച്ചു. ഹെലികോപ്റ്റർ സ്ഥലത്തെത്തി നൽകിയത് ഗ്ലൗസുകളും പാക്കിംഗ് ബാഗുകളും മാത്രമാണ്.
ഡൽഹിയിൽ IS ഭീകരൻ അറസ്റ്റിൽ. NIA പിടികുട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച റിസ്വാൻ എന്നയാളെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ആദൂർ മല്ലമ്പാറയിൽ കെണിയിൽ കുടുങ്ങിയ പുലി ചത്തു. പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. നെയ്യാറ്റിൻകര കുളത്തൂരിൽ വീട്ടമ്മയുടെ സ്വർണമാല ബൈക്കിലെത്തിയ 3-അംഗ സംഘം കവർന്നു. കുളത്തൂർ സ്വദേശി ജയകുമാരിയുടെ 3 പവൻ മാലയാണ് കവർന്നത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജയകുമാരി ഇടിച്ചിട്ട ശേഷം മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. മുംബൈ ചെമ്പൂരിലെ സ്വകാര്യ കോളേജിലെ ഹിജാബ് നിരോധനം പിൻവലിച്ച് സുപ്രീം കോടതി. ഹിജാബ് നിരോധനം ഉചിതമായില്ലെന്ന് കോടതി വ്യക്തമാക്കി. തിലകമണിയുന്നതിൽ നിന്ന് യുവതികളെ വിലക്കാൻ സാധിക്കാത്തതുപോലെയാണ് ഇതെന്നും കോടതി. CI വാങ്ങിയ ചിക്കൻ ബിരിയാണിയിൽ ചത്ത പഴുതാരയെ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടൽ അടപ്പിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പത്തനംതിട്ട തിരുവല്ലയിലെ കന്നിമറ ഹോട്ടലാണ് അടപ്പിച്ചത്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ്. മേൽശാന്തി നിയമനം മലയാള ബ്രാഹ്മണർക്കായി സംവരണം ചെയ്തത് ശരിവെച്ച കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഹർജി. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. തിങ്കളാഴ്ച പുലർച്ചെ 5:45-നും 6:30-നും ഇടയിൽ നിറപുത്തരി പൂജകൾ നടക്കും. ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും. തിങ്കളാഴ്ച രാത്രി 10-ന് നട അടയ്ക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ പുലിക്കളി ഒഴിവാക്കി. തൃശൂർ കോർപ്പറേഷന്റേതാണ് തീരുമാനം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കിയിരുന്നു. നീറ്റ് PG പരീക്ഷാ തീയതിയിൽ മാറ്റമില്ല. ഓഗസ്റ്റ് 11-ന് നീറ്റ് PG പരീക്ഷ നടക്കും. പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി. തങ്ങൾക്ക് അനുവദിച്ച പരീക്ഷാ സെന്ററുകൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വ്യക്തമാക്കിയാണ് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. എന്നാൽ പരീക്ഷ മാറ്റിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി നടപടി. മകനെ കാണാനില്ലെന്ന പരാതിയുമായി യൂട്യൂബർ അജു അലക്സിന്റെ മാതാവ് മേഴ്സി അലക്സ. തിരുവല്ല CI ആണ് മകനെ കൂട്ടിക്കൊണ്ടുപോയതെന്നും മകൻ ഹൃദ്രോഗിയാണെന്നും പത്തനംതിട്ട SP നൽകിയ പരാതിയിൽ പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി തുടങ്ങി. റോഡിലേക്ക് വീണ കൂറ്റൻ പാറകൾ ഉടൻ പൊട്ടിച്ചു നീക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് കഴിഞ്ഞ മാസം 30-നാണ് ഗ്യാപ്പ് റോഡ് വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. കാക്കനാട് കീലേരി മലയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. ആരുടേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചി നെട്ടൂർ കായലിൽ കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. മത്സ്യബന്ധന വള്ളക്കാരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് +1 വിദ്യാർത്ഥിനി ഫിദ കാൽ വഴുതി കായലിൽ വീണത്. തമിഴ്നാട് സൂപ്പർ സ്റ്റാറുകളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റുമുട്ടിയ ആരാധകർ അറസ്റ്റിൽ. നീണ്ടൂർ സ്വദേശി ഹരിശങ്കർ, വെളിയന്നൂർ സ്വദേശി ജോർജിൻ ജോണി എന്നിവരാണ് പിടിയിലായത്. അശ്ലീല പരാമർശങ്ങൾ ഉപയോഗിച്ചതിനാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് പ്രതികളെ പിടികൂടിയത്. കുണ്ടന്നൂർ തേവര മേൽപ്പാലത്തിൽ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തുമെന്ന് PWD. ഇന്ന് രാത്രി 11 മണി മുതൽ പണി ആരംഭിക്കും. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് മരട് നഗരസഭ. കോഴിക്കോട് മാവൂരിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ കയ്യാങ്കളി. 2 പേർക്ക് പരിക്ക്. സർവീസ് സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പാലക്കാട് മലമ്പുഴ ഡാമിൽ മത്സ്യത്തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലേപ്പുള്ളി സ്വദേശി വീരാൻകുട്ടിയാണ് മരിച്ചത്. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മണ്ണാങ്കോട് സ്വദേശി അച്ചുവാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി 6-ാം മൈലിൽ ബസ്സിറങ്ങിയ യുവാവ് കാൽ വഴുതി കൊക്കയിൽ വീണു മരിച്ചു. അടിമാലി പൊളിഞ്ഞപാലം സ്വദേശി സുബിനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീകാര്യം പൗടികോണത്ത് കൊലക്കേസ് പ്രതിക്ക് വെട്ടേറ്റു. കുറ്റ്യാണി സ്വദേശി വെട്ടുകത്തി ജോയിക്കാണ് വെട്ടേറ്റത്. കാറിലെത്തിയ 3-അംഗ സംഘമാണ് ആക്രമിച്ചത്. പാലക്കാട് മങ്കരയിൽ പെയിന്റിംഗ് തൊഴിലാളിക്ക് നേരെ പോലീസുകാരന്റെ ക്രൂരമർദ്ദനമെന്ന് പരാതി. മങ്കര കുനിയമ്പാണ് സ്വദേശി ഹംസയാണ് ആക്രമണത്തിനിരയായത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹംസ മങ്കര പോലീസിൽ പരാതി നൽകി. തിരികെ 100 ന്യൂസിലേക്ക് നോക്കാം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തബാധിതർക്കായി 1 മാസത്തെ മുഴുവൻ വരുമാനവും നൽകി വ്ലോഗർ ഹക്കീം. സ്ട്രീറ്റ് ഫുഡ് വ്ലോഗർ ഹക്കീം മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തിയാണ് തുക കൈമാറിയത്. 1 മാസത്തെ വരുമാനമാണ് നൽകിയത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ യുവതി അറസ്റ്റിൽ. മണമ്പൂർ തൊട്ടിക്കല്ല് സ്വദേശി റസീന ബീവിയാണ് അറസ്റ്റിലായത്. സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 1,20,000 രൂപയാണ് ഇവർ തട്ടിയെടുത്തത്.
വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ നൽകുമെന്ന് കേരള വിഷൻ ഓപ്പറേറ്റർമാർ. ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. ജ്യോതികുമാർ, കെ ഗോവിന്ദൻ, കെ വിജയകൃഷ്ണൻ, സുരേഷ് കുമാർ PP എന്നിവർ ചെക്ക് കൈമാറി. COA യോഗത്തിൽ പ്രവീൺ കൃഷ്ണൻ അധ്യക്ഷനായി. ടെലിവിഷൻ രംഗത്തെ മികച്ച പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള ഫ്രീഡം 50യുടെ കർമ്മശ്രീ പുരസ്കാരം 24ന്റെയും ഫ്ലവേഴ്സിന്റെയും സീനിയർ കോർഡിനേറ്റർ സുരേഷ് വിലങ്ങറയ്ക്ക്. 24ന്റെയും ഫ്ലവേഴ്സിന്റെയും വിവിധ പ്രോഗ്രാമുകളുടെ നിർമ്മാണ നിയന്ത്രണം നിർവഹിച്ചതിനാണ് പുരസ്കാരം. ഓഗസ്റ്റ് 15-ന് തിരുവനന്തപുരം നന്ദാവനം N കൃഷ്ണൻപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഫ്രീഡം 50 ചെയർമാൻ റസൽ സബർമതി അറിയിച്ചു. തിരുവനന്തപുരം പാറശാലയിൽ ലഹരിവേട്ട സംഭവത്തിൽ 2 പേരെ പോലീസ് പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരും വഴിയാണ് പ്രതികൾ പിടിയിലായത്. എറണാകുളം പത്തടിപ്പാലത്ത് കാറിന് പുറകിൽ ബസ്സിടിച്ച് അപകടം. കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. വയനാട്ടിലെ ദുരന്തബാധിതർക്കുള്ള സഹായത്തിനായി സമ്പാദ്യക്കുടുക്ക നൽകി വിദ്യാർത്ഥികൾ. കാസർഗോഡ് ചെറുവത്തൂർ അമ്പലത്തേരയിലെ ശ്രീജിത്ത്, സുനേത ദമ്പതികളുടെ മക്കൾ ശ്രീനന്ദും ശ്രീലക്ഷ്മിയുമാണ് DYFIയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് സ്വരുക്കൂട്ടിയ സമ്പാദ്യം കൈമാറിയത്. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടി. 2 ദിവസത്തിന് ശേഷം കോട്ടയത്ത് നിന്നാണ് പിടികൂടിയത്. പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം പാറശാല പഞ്ചായത്തിലെ ടൗൺ വാർഡിൽ ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ ജോലി നടക്കുന്നതിനാൽ ഗതാഗതം തടസ്സപ്പെടും. ഈ മാസം 10, 11 തീയതികളിൽ ഗ്രാമം റോഡ് തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കായംകുളം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിലെ 2024-25 അധ്യയന വർഷത്തിലെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്നിവയിലാണ് അഡ്മിഷൻ നടത്തുന്നത്. അഡ്മിഷൻ ഈ മാസം 12-ന്. കോഴിക്കോട് വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അഡ്മിഷൻ ഈ മാസം 12-ന്. കോഴിക്കോട് പുതുപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 12-ന്. ദേശീയ വാർത്തകൾ. മദ്യനയ കേസിൽ മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം. 17 മാസത്തിന് ശേഷമാണ് ജയിൽ മോചനം. EDയും CBIയും രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യാപേക്ഷയിലാണ് സുപ്രീം കോടതി നടപടി. ഡൽഹിയിൽ കനത്ത മഴ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇത്തവണയും സ്വാതന്ത്ര്യദിനാഘോഷത്തിന് എല്ലാ വീട്ടിലും ദേശീയ പതാക ഉയർത്താൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. സമൂഹമാധ്യമങ്ങളിലെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ്ണ പതാകയാക്കാനാണ് ആഹ്വാനം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. സീറ്റ് വിഭജനത്തിൽ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് സഞ്ജയ് റാവത്ത്. ഉദയപൂരിൽ സൗഹൃദാഭ്യർത്ഥന നിരസിച്ചതിന് 15 വയസ്സുകാരിയെ ട്രെയിനിന് മുന്നിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പെൺകുട്ടിയെ കാണാതായത് കഴിഞ്ഞ ദിവസം. മുംബൈ ബോറിവലി വെസ്റ്റിൽ മാൻഹോളിൽ വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൃത്യമായ അനുമതിയില്ലാതെയാണ് മാൻഹോൾ തുറന്നതെന്ന് BMC അധികൃതർ. ഹിമാചൽ പ്രദേശിൽ നേരിയ ഭൂചലനം. 3.3 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. മഹാരാഷ്ട്രയിൽ തിയേറ്ററിൽ വൻ തീപിടുത്തം. ആളപായമില്ല. അപകടം മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ. ബംഗാളിലെ സുന്ദർബനിലെ സമുദ്ര അതിർത്തികളിൽ പെട്രോളിംഗ് ശക്തമാക്കി കേന്ദ്ര സംസ്ഥാന സുരക്ഷാ ഏജൻസി. 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി കോസ്റ്റ് ഗാർഡിന്റെ ഹോവർക്രാഫ്റ്റ് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ധാന്യ ATM ഒഡീഷയിൽ ആരംഭിച്ചു. ഒഡീഷ ഭക്ഷ്യവിതരണ ഉപഭോക്തൃക്ഷേമ മന്ത്രി കൃഷ്ണചന്ദ്ര പത്ര അന്നപൂർത്തി ഗ്രെയിൻ ATM ഉദ്ഘാടനം ചെയ്തു. രാജ്യാന്തര വാർത്തകൾ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇറ്റലി. രാജ്യത്ത് കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കുവൈറ്റ് ചാരിറ്റി യമനിലെ പ്രളയബാധിതർക്ക് അടിയന്തര സഹായ പാക്കേജ് പ്രഖ്യാപിച്ചു. യമനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 39 പേർ മരിച്ചതായി റിപ്പോർട്ട്. പാകിസ്ഥാനിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 154ആയി. 279 പേർക്ക് പരിക്ക് പറ്റിയതായി പാക് ആരോഗ്യ മന്ത്രാലയം. ലണ്ടനിൽ നിന്ന് ബെയ്ജിംഗിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ബ്രിട്ടീഷ് എയർവേസ്. സർവീസുകൾ ഒക്ടോബർ 26-ന് നിർത്തിവെക്കുമെന്ന് UK ദേശീയ വിമാന കമ്പനി. ആഫ്രിക്കയിലെ അഡിസ് അബാബയിൽ എംപോക്സ് വ്യാപനം.
കഴിഞ്ഞ ആഴ്ചയിൽ 887 കേസുകളും 5 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ റഷ്യ അനുഭവിക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുക്രൈനക്കാർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടണമെന്ന് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബിസിനസ് വാർത്തകൾ. രാജ്യത്ത് പാസഞ്ചർ വാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ വർധന. വിൽപ്പനയിൽ 10% വർധനയുണ്ടായതായി വ്യവസായ സംഘടനയായ ഫാഡ അറിയിച്ചു. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എക്കാലത്തെയും ഉയർന്ന നിലയിൽ. ഫോറക്സ് കരുതൽ ശേഖരം $675 ബില്യൺ എന്ന റെക്കോർഡ് നിലയിലെത്തിയതായി RBI ഗവർണർ ശക്തികാന്ത ദാസ്. ടെലികോം സേവന മാനദണ്ഡങ്ങളിൽ മാറ്റമില്ലെന്ന് ടെലികോം റെഗുലേറ്റർ ട്രായ്. മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് സമഗ്രമായ കൂടിയാലോചനകൾക്കും ഉചിതമായ പരിഗണനയ്ക്കും ശേഷമെന്ന് ട്രായ് ചെയർമാൻ. ബംഗ്ലാദേശിലെ വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച് ഇന്ത്യ. വിസ അനുവദിക്കുന്നതിനുള്ള തീയതി അപേക്ഷകരെ പിന്നീട് SMS വഴി അറിയിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 51,000 കടന്നു. ഇന്ന് പവന് 600 രൂപ കൂടി 51,400 രൂപയായി. ഗ്രാമിന് 75 രൂപ കൂടി 6,425 രൂപ. 100 ന്യൂസിലേക്ക് നോക്കാം. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. രജനീകാന്ത് നായകനാവുന്ന പുതിയ ചിത്രത്തിൽ ഫഹദ് ഫാസിലും. 33 വർഷത്തിന് ശേഷം രജനീകാന്തും അമിതാഭ് ബച്ചനും ഒന്നിച്ച് അഭിനയിക്കുന്ന ചിത്രമാണിത്. സുധീർ കരമന പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം മകുടി തിയേറ്ററുകളിലേക്ക്. ചിത്രം സംവിധാനം ചെയ്യുന്നത് പൊന്നു സ്പ്രൈറ്റ് ആണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് MJ രാധാകൃഷ്ണനും വിപിൻ മോഹനും. അർജുൻ സർജ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം വിരുന്ന് എത്തുന്നു. ഈ മാസം 23-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. നിക്കി ഗൽറാണി ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കും. മീര ജാസ്മിനും അശ്വിൻ ജോസും പ്രധാന വേഷത്തിലെത്തുന്ന VK പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മീര ജാസ്മിൻ, ശാന്തി കൃഷ്ണ, അശോകൻ, മണിയൻ പിള്ള രാജു തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. KGF 2-വിന് ശേഷം യശ് നായകനാവുന്ന ടോക്സിക് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗീതു മോഹൻദാസ്. യഷിന്റെ 19ാം സിനിമയാണിത്. മകൻ ഷാരിഖ് ഹസന്റെ ഹൽദി ചടങ്ങുകൾ ആഘോഷമാക്കി റിയാസ് ഖാനും ഭാര്യ ഉമയും. അടിച്ചുകയറി വാ എന്ന ഹിറ്റ് ഡയലോഗ് ഹൈലൈറ്റ് ചെയ്ത റാപ്പ് ഗാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹൽദിയുടെ വീഡിയോ. ഹൽദി ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറൽ. നാളത്തെ വാർത്തകൾ. ഈ വർഷത്തെ +1 കോഴ്സുകളിലെ വേക്കൻസി സീറ്റുകളിലെ പ്രവേശനം നാളെ നടക്കും. സാധ്യതയുള്ള അപേക്ഷകൾ പരിഗണിച്ച് തയ്യാറാക്കിയ മെറിറ്റ് ലിസ്റ്റ് നാളെ പുലർച്ചെയോടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരള RTC ഓണം സ്പെഷ്യൽ ബസ്സുകളിൽ ബുക്കിംഗ് നാളെ മുതൽ. സെപ്റ്റംബർ 9 മുതൽ 23 വരെയായിരിക്കും ഇരു ദിശകളിലേക്കും സ്പെഷ്യൽ സർവീസുകൾ നടത്തുക. കൊല്ലത്ത് കുടുംബശ്രീ ജില്ലാ മിഷൻ ശാസ്താംകോട്ട DB കോളേജിൽ 10-ന് ജില്ലാതല തൊഴിൽ മേള സംഘടിപ്പിക്കും. രാവിലെ 8:30 മുതൽ സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ലഭിക്കും. +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, ITI, ഡിപ്ലോമ, പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്നീ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ ഇൻഡോർ ലഹരിവേട്ട. 170 കിലോ കഞ്ചാവ് പിടികൂടി. പ്രതി അറസ്റ്റ്. ഉത്തർപ്രദേശിൽ യുവതിയെ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. കൊലപാതകത്തിന്റെ കാരണം വ്യക്തമല്ല. പ്രതി അറസ്റ്റിൽ. ലക്നൌവിൽ വാഹനാപകടം. 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതോടെ 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.